പാവയ്ക്ക വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 2 പാവയ്ക്ക ചെറുതായിട്ടൊന്ന് റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടേബിൾ സ്പൂൺ റവയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ഇത്രയും മാത്രമായിട്ട് വേണമെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ റവ, കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കാം. മിക്സ് ചെയ്താൽ ഉടനെ തന്നെ വേണമെങ്കിലും വറുക്കാം. ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് വറുക്കുന്നത്. വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ എടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് നിരത്തി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലൊരു ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം.